ഓരോ രാജ്യസ്നേഹിക്കും അഭിമാനത്തോടെ മാത്രമേ ഇന്നത്തെ ദീപിക വായിക്കാൻ കഴിയൂ. ദീപിക നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ ആദ്യ പത്രം ആണ്. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിന് വലിയ സംഭാവന ചെയ്തതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ദീപിക പത്രത്തിന്റെ ആൾക്കാർ വിളിക്കുകയും അവർ ഈ പത്രം എനിക്ക് എത്തിച്ചു തരികയും ചെയ്തു. എനിക്കത് വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമായി കാണും. ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ, ദീപികയുടെ മുഖപ്രസംഗം അതിഗംഭീരമാണ്. അത് ഈ നാട്ടിലെ ഓരോ മുസ്ലിമും, ഓരോ ഹിന്ദുവും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ മതേതരവാദിയും, ഓരോ രാജ്യസ്നേഹിയും വായിക്കണം. കാരണം സമാധാനം തകർക്കാൻ കുഴിയെടുക്കരുത്. അതായത് നമ്മുടെ ശംഭാളിൽ മുസ്ലിം സമൂഹത്തിനെതിരെയും മുസ്ലിം പള്ളിക്കെതിരെയും അജ്മേർ ദർഗ, അജ്മേർ പള്ളിക്കെതിരെയും അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയും നടക്കുന്ന വൃത്തികെട്ട ക്യാമ്പയിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് ഓരോ മനുഷ്യരും കേൾക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ആൾക്കണം, ഇത് പറയേണ്ട ഒരു ആവശ്യവും ഒരു ക്രിസ്ത്യൻ പത്രത്തിനില്ല. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിന് വലിയ സംഭാവന ചെയ്തിരിക്കുന്ന ദീപിക പത്രത്തിന് ഇത് പറയേണ്ട ഒരു ആവശ്യവുമില്ല. വേണമെങ്കിൽ അവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടികൂടിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഓൾറെഡി ഉള്ള ഹിന്ദു വലതുപക്ഷക്കാരെ വെറുപ്പിക്കുന്നത്, അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, വഖഫ് വിഷയമൊക്കെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് രണ്ട് അടി കിട്ടട്ടെ, ഇങ്ങനെ ഒന്നുമല്ല വിചാരിച്ചത്. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്, കർത്താവിന്റെ നന്മയുള്ളതുകൊണ്ടാണ്, പരിശുദ്ധ ബൈബിളിന്റെ സ്നേഹം അതിലുള്ളതുകൊണ്ടാണ്. സമാധാനം തകർക്കാൻ കുഴിയെടുക്കരുത്, ഇതാണ് ആ മുഖപ്രസംഗം. ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി നിലനിർത്താനും സമാധാനം തകരാതിരിക്കാനുമാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. പക്ഷെ അതിന് വിരുദ്ധമായ ഹർജികൾ കോടതി ഫയലിൽ സ്വീകരിക്കുമ്പോൾ മതേതരത്വം കേവലം ആമുഖ പ്രസംഗമാകില്ലേ എന്ന് ചോദിക്കുന്ന ദീപികയുടെ ഏറ്റവും നല്ല വരികൾ ഒരു മുസ്ലിം സമൂഹത്തിലെ എല്ലാ വ്യക്തികളും കേൾക്കണം. പലപ്പോഴും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിക്കാനും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് സംശയത്തിന്റെ വിത്തുപാകാനും ഒക്കെയാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട്, ഒരുപക്ഷെ ഒരു മുസ്ലിം എഴുതുന്നതിനേക്കാൾ ശക്തമായി എതിർത്തുകൊണ്ട്, ഒരു മതേതരവാദി എഴുതുന്നതിനേക്കാൾ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് മേൽ വർദ്ധിച്ചു വരുന്ന അവകാശവാദങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെ കലാപ കലുഷിതമായി നിലനിർത്താനും മതവൈകാരികതകളെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുമുള്ള ഉപകരണമാകുകയാണ്. ഒരു വാക്കുപോലും ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. ബാബറി മസ്ജിദ് കേസ് ഒഴികെയുള്ള ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ 1947 തൽസ്ഥിതി തുടരണമെന്നാണ് 1991 നിയമം അനുശാസിക്കുന്നത്. ആപത്കരമായ ആ സംരക്ഷണ നിയമത്തിനും ആപത്കരമായി പ്രവണത തടയാനാകുന്നില്ല. എന്നിട്ട് കോടതികളെ കുറിച്ച് പറയാണ്, കോടതികൾ തന്നെ ഇത്തരം അവകാശ തർക്കങ്ങളിലുള്ള ഹർജികൾ ഫയലിൽ സ്വീകരിക്കുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു തുടങ്ങുന്നതോടെ പുതിയ അവകാശവാദങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അജ്മീർ ദർഗ ശിവക്ഷേത്രമായിരുന്ന അവകാശവാദമാണ് ഏറ്റവും പുതിയത്. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് രാജ്യം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരും ഈ വിധം അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയാൽ നിരവധി ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും ഒക്കെ പൊളിക്കേണ്ടി വന്നേക്കാം. അതോടൊപ്പം പൊളിയുന്നത് ഉദാത്തമായ ദൈവസങ്കല്പങ്ങളും മതബോധവും രാജ്യത്തിന്റെ ഐക്യവുമാണെന്നുള്ളത് മറന്നാണ് ഈ കളി. എത്ര രസകരമായത് പറഞ്ഞിരിക്കുന്നു. ഒട്ടും ഡയല്യൂട്ട് ചെയ്യാതെ അതിശക്തമായ ഈ തീവ്ര വലതുപക്ഷ തീവ്ര ഹിന്ദുത്വവാദത്തിനെതിരെ ദീപികയ്ക്ക് ഒരു ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്, ആനന്ദകരമാണ്. ശിവലിംഗം അന്വേഷിച്ച്, അടുത്തതാണ് ഏറ്റവും പ്രസക്തം. ശിവലിംഗം അന്വേഷിച്ച് നിങ്ങൾ എത്ര കാലം മോസ്കുകൾ കുഴിച്ചുകൊണ്ടിരിക്കുമെന്ന് RSS മേധാവി മോഹൻ ഭഗവത് നാഗ്പൂരിൽ പ്രവർത്തകരോട് ചോദിച്ച് 2.5 വർഷത്തിനിടെ പല കേസുകളും കോടതിയിലെത്തി. അതായത് മോഹൻ ഭഗവത്ജി ഒക്കെ ഏറ്റവും പോസിറ്റീവായിട്ടും ഹൈലൈറ്റ് ചെയ്തുമാണ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പോലും പറയുന്നത്. പക്ഷെ അവർ പറയുന്നു അങ്ങനെ പ്രസംഗിച്ചിട്ട് 2.5 വർഷത്തിനുള്ളിൽ പല കേസുകളും കോടതിയിലെത്തി. അടുത്ത വരിയാണ്, പ്രസംഗിച്ചതല്ലാതെ ഒരു കേസിലും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തെ ഏറ്റവും ശക്തമായ ഓർഗനൈസേഷനായ RSSനെ വിമർശിച്ചുകൊണ്ട് അവർ പറയുകയാണ്, പ്രസംഗിച്ചതല്ലാതെ ഒരു കേസിലും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. അയോധ്യയിൽ നേട്ടങ്ങൾ മാത്രമുണ്ടാക്കിയ BJPയും കേന്ദ്ര സർക്കാരും കണ്ണടച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ BJP വിമർശിച്ചുകൊണ്ടാണ്, ഞങ്ങൾക്ക് കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട്, അതുകൊണ്ട് എന്തിനാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ നമ്മുടെ കൈ ഇരിക്കുമല്ലോ എന്ന് ക്രിസ്ത്യാനികൾ കരുതുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിനുള്ള ഒരു മറുപടി കൂടെയാണ്, അയോധ്യയിൽ നേട്ടം മാത്രം ഉണ്ടാക്കിയ BJPയും കേന്ദ്ര സർക്കാരും കണ്ണടച്ചിരിക്കുന്നു. ഈ പരമ്പരയിൽ ഏറ്റവും പുതിയതാണ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ. ദർഗയ്ക്കടിയിൽ ശിവക്ഷേത്രമുണ്ടെന്നും ഹിന്ദുക്കളെ പൂജ ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട ഹിന്ദു സേനാ തലവൻ വിഷ്ണു ഗുപ്തയാണ് സെപ്റ്റംബറിൽ കോടതിയെ സമീപിച്ചത്. ആർക്കിയോളജിക്കൽ സർവേക്കും കേന്ദ്ര സർക്കാരിനും ജഡ്ജി മൻമോഹൻ ചന്ദേൽ വ്യാഴാഴ്ച നോട്ടീസ് അയച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ഇതിന് പിന്നാലെ 4 പേർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്.
സി അടുത്തതും വളരെ പ്രസക്തമാണ്. ഓരോ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരും കേൾക്കണം. 2019 ബാബറി മസ്ജിദ് വിധിയിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നവരും രാജ്യത്ത് സമാധാനം കൈവരുമെന്ന ആശ്വാസത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വിധിക്ക് ലീഗലി ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കോടതി എടുത്തു പറയുന്നുണ്ട് അമ്പലം പൊളിച്ചല്ല പള്ളി പണിതത്. പക്ഷെ ഒരു ബാലൻസിങ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അമ്പലം വിട്ടുകൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്മാർ സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമാധാനം ഉണ്ടാവും, ഇതോടെ നിൽക്കും എന്നൊരു ധാരണയിലായിരുന്നു. പക്ഷേ വാരണാസിയിലെ ഗ്യാൻവാപ്പി മോസ്കിൽ സർവേ നടത്താൻ കീഴ്ക്കോടതി നൽകിയ അനുമതി 2023 ഓഗസ്റ്റിൽ സുപ്രീം കോടതിയും ശരിവെച്ചതോടെ കൂടുതൽ കേസുകൾ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നു. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് ഗ്യാൻ പാപ്പിയിൽ സർവേയിൽ അപേക്ഷിച്ചത്. യഥാർത്ഥത്തിൽ ചന്ദ്രചൂഡ് ജി ചെയ്ത ഏറ്റവും തെറ്റായ കാര്യമാണ്. പുള്ളിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകണമായിരുന്നു. നവംബറിലാണ് പുള്ളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാനിരുന്നത്. മെയ്യിലാണ് ഈ കേസ് വന്നത്. അപ്പം ഭരിക്കുന്ന സർക്കാരിനെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച പുള്ളി അവരോടങ്ങ് സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ അശ്വിനി കുമാർ ഉപാധ്യായാണ് കൊടുത്തത്. അങ്ങനെ കുറെ പേരെ പറയുന്നുണ്ട്. അടുത്തതും, അടിസ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചരിത്രത്തിന്റെ കുഴിമാന്തി എടുക്കലും പുനഃസ്ഥാപനവും മറ്റുള്ളവരും തുടർന്നാൽ മസ്ജിദുകൾ മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളും തൽസ്ഥിതി ചോദ്യം ചെയ്യപ്പെടും. തകർക്കപ്പെട്ടതോ രൂപം മാറ്റപ്പെട്ടതായ ബുദ്ധ ജൈന വിഹാരങ്ങളും ചരിത്രത്തിലുണ്ട്. മദ്രാസ് ഹൈക്കോടതിയുടെ 2022 സെപ്റ്റംബറിലെ വിധിയിൽ തമിഴ്നാട്ടിലെ സേലത്ത് റോഡിലുള്ള ഹിന്ദു ദൈവമായി ആരാധിച്ചിരുന്ന തലവെട്ടി മുനിയപ്പന്റേത് ശ്രീബുദ്ധന്റെ പ്രതിമയായിരുന്നു എന്ന് വ്യക്തമാക്കി. ആരാധനാലയങ്ങൾ മാത്രമല്ല ഭാഷയും സംസ്കാരവും വസ്ത്രരീതിയും ഒക്കെ പരസ്പരം കൈമാറിയാണ് നാം ഇവിടെ എത്തിയത്. ചരിത്രത്തിന്റെ അവശേഷിക്കുന്ന നിർമ്മിതികളെ സംരക്ഷിക്കുകയല്ലാതെ അവക്ക് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെ വിധ്വംസക പ്രവർത്തനമായി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇതിന്റെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ മതേതര രാജ്യമാണ്. ആ വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള വർഗീയ രാഷ്ട്രീയ നീക്കത്തെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു അത് നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം. ഏറെക്കാലമായി കോടതികൾ കേസുള്ളതുകൊണ്ടാണ് ബാബറി മസ്ജിദ് അത് ഒഴിവാക്കിയത്. രാജ്യത്തിന്റെ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും സുസ്ഥിര സമാധാനത്തിനും തുരങ്കം വെക്കുന്ന ചരിത്രം കുഴിക്കൽ സമാധാനകാംക്ഷികളായ പൗരന്മാരെ എല്ലാം അസ്വസ്ഥമാക്കുന്നുണ്ട്. സത്യം. ആ അസ്വസ്ഥത ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിയമ സംവിധാനങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾക്ക് ആഗ്രഹിക്കേണ്ടി വരുന്നത് വിധി വൈപരീത്യമാണ്. അതിന്റെ കാവൽക്കാർ ഉറങ്ങാതിരിക്കാൻ വീട്ടുകാർ ഉണർന്നിരിക്കേണ്ട വിചിത്ര സ്ഥിതി. അമേസിംഗ്. ഇത് പറഞ്ഞ ദീപികയുടെ അല്ലെങ്കിൽ ഇത് പറഞ്ഞ എഴുതിയ പിതാവിന്റെ അല്ലെങ്കിൽ എഴുതിയ എഡിറ്ററിന്റെ കാലിൽ തൊട്ട് പ്രണാമം അർപ്പിക്കുന്നു. നിങ്ങളെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന്റെ ആവശ്യം. വെറുതെ ബാലൻസ് ചെയ്യാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും വക്കഫും കൂടി ഇതിന്റെ ഇട്ട് ക്രിസ്ത്യാനികളും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. അൺഡൈല്യൂട്ടഡ് ആയി അതിശക്തമായി നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന അപകടകരമായ അവസ്ഥയെ തുറന്നു കാണിക്കുന്നതാണ് ദീപിക ചെയ്യുന്നത്. ദീപിക വായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം മുമ്പോട്ട് പോകേണ്ടത്. ഹിന്ദുവിന്റെ അമ്പലം പൊളിച്ചാലും ക്രിസ്ത്യാനിയുടെ പള്ളി പൊളിച്ചാലും മുസ്ലിമിന്റെ പള്ളി പൊളിച്ചാലും ഈ രാജ്യത്തിന്റെ ആത്മാവിനാണ് മുറിവേൽക്കുന്നത് എന്ന തിരിച്ചറിവിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ദീപിക ദീപിക എനിക്ക് അയച്ചു തന്ന എല്ലാ പിതാക്കന്മാർക്കും നന്ദി. ദീപികയുടെ മാനേജ്മെന്റിന് നന്ദി. മുസ്ലിം സഹോദരങ്ങൾ ഇത് കേൾക്കണം. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും ഗൂഢാലോചനകളും നടക്കുക. അതിനെ തടയാൻ കഴിയണം. ഇത് വായിക്കുന്ന ഓരോ മുസ്ലിമിനും ഹിന്ദുവിനും അഭിമാനം ഉണ്ടാകണം. കാരണം നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം രക്ഷിക്കാൻ വലിയ ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ദീപിക അടക്കം നിസ്വാർത്ഥമായി, അവർക്ക് 1% പോലും അതിൽ സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പള്ളിയുടെയും കാര്യം അതിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, ഹിന്ദു സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ബാലൻസിനും സന്തോഷത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി ഇത്ര മനോഹരമായ ഒരുപക്ഷെ ദി ബെസ്റ്റ് എഡിറ്റോറിയൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല എഡിറ്റോറിയൽ എഴുതിയ ദീപികയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം, യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ ദൈവം എന്ന് വിളിക്കുന്ന ആ പരമശക്തിയുടെ ചൈതന്യത്തിന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ.